കുംഭം രാശി. ചെറുയാത്രകൾ, ചെറു പ്രോജക്റ്റുകൾ, ആശയവിനിമയം എന്ന മേഖലയായിരിക്കും ഈ മാസം കൂടുതൽ ശ്രദ്ധ നേടുക. എന്തുകൊണ്ട്? സൂര്യൻ ഈ മേഖലയാണ് കൂടുതൽ സ്വാധീനിക്കുക. ഈ മാസം ആശയവിനിമയങ്ങൾ എന്ന മേഖലയിൽ നിന്നുള്ള നിരവധി ജോലികൾ നിങ്ങളെ തേടി നിൽക്കുന്നു. സഹോദരങ്ങളുമായിട്ടുള്ള നിരവധി ആശയവിനിമയങ്ങളാണ് നിങ്ങൾ നടത്തുക. എഴുത്ത്, എഡിറ്റിംഗ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ജേർണലിസം, മീഡിയ, ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് എന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നിരവധി അവസരങ്ങൾ ഉണ്ടാകാം. ചെറു കോഴ്സുകൾ ചെയ്യാനുള്ള അവസരം, ചെറിയ യാത്രകൾ, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള അവസരം, അവയുടെ റിപ്പയറിംഗ്, IT മേഖലയിൽ നിന്നുള്ള ജോലികൾ, പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ, ഈ സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ശ്രമവും ഈ അവസരമുണ്ടാകാം. ഒരേ സമയം നിരവധി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും എന്നതിനാൽ ആരോഗ്യവും അല്പം ശ്രദ്ധ നേടും. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണചന്ദ്രൻ ദൂരയാത്രകൾ, ഫോറിൻ കൊളാബറേഷൻസ് എന്ന മേഖലയിലാണ് വന്നുദിക്കുക. പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണങ്ങളെ കാണിക്കുന്നു. ദൂരയാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങളിൽ പൂർത്തീകരണമുണ്ടാകും. ഫോറിൻ കൊളാബറേഷൻസ്, വിദേശത്തു നിന്നുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാകാം. തീർത്ഥയാത്രകൾ, ഹോളിഡേ യാത്രകൾ എന്നിവയും പ്രതീക്ഷിക്കുക. ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ, അവയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാനുള്ള ശ്രമം, പിതാവ്, പിതൃതുല്യരായിട്ടുള്ള വ്യക്തികൾ, അവരോടുള്ള കൂടുതൽ ആശയവിനിമയം, അവർ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകൾ എന്നിവ കൊണ്ട് ഈ മാസം വളരെ പ്രധാനമായിരിക്കും. കരിയർ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ, പരീക്ഷകൾ, ഉപരിപഠനം എന്നിവയും ഈ മാസം നിങ്ങളെ തേടിയെത്താം. എഴുത്തുകാർ, പബ്ലിഷേഴ്സ് എന്നിവർക്കും ഈ മാസം വളരെ പ്രധാനമാണ്. ചൊവ്വ ഈ മാസം പ്രേമം, ക്രിയേറ്റീവ് ജോലികൾ, പുതിയ ഗ്രൂപ്പുകൾ എന്ന മേഖലയിലാണ് വന്നുദിക്കുക. ചൊവ്വ ഈ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ പ്രേമബന്ധങ്ങളെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള വളരെ കഠിനമായിട്ടുള്ള ശ്രമമുണ്ടാകും. അത് ഒഴിവാക്കുക. അവ തർക്കങ്ങളിലേക്ക് മാത്രമേ നിങ്ങളെ കൊണ്ടെത്തിക്കൂ. നിങ്ങളുടെ പാർട്ട്ണറുടെ അഭിപ്രായവും ഈ മാസം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരികയില്ല. ഈ മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രേമബന്ധങ്ങൾ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രേമബന്ധങ്ങൾ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാത്രം കൊടുക്കുക. വൺ നൈറ്റ് സ്റ്റാൻഡുകൾ, ഡേറ്റിംഗ് എന്നിവയ്ക്കുള്ള പല അവസരങ്ങളും വന്നു ചേരാം. നിങ്ങളുടെ സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള അവസരം, പുരാതന വിഷയങ്ങൾ പഠിക്കാനുള്ള ശ്രമം, കല ആസ്വാദനം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയം, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള കൂടുതൽ അവസരങ്ങൾ, കുട്ടികൾ, യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം വളരെയേറെ തിരക്ക് നിറഞ്ഞതായിരിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുതരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മീനം രാശി. വീട്, കുടുംബം, മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമാണ് ഈ മാസമുള്ളത്. ഈ മാസം ഈ മേഖലയെ ചൊവ്വയാണ് കൂടുതലായി സ്വാധീനിക്കുക. ജ്യോത്സ്യത്തിൽ ചൊവ്വ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, ലാൻഡ്, കൺസ്ട്രക്ഷൻ, ലാൻഡഡ് പ്രോപ്പർട്ടീസ് എന്നിവയുടെ സൂചകനാണ്. അതുകൊണ്ട് തന്നെ വീട് എന്ന വിഷയം ഈ മാസം വളരെയേറെ ശ്രദ്ധ നേരിടും. പല വിധത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡീലുകളായിരിക്കാം, നിലവിലുള്ള വീടിനെ പല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം, ബന്ധുജന സമാഗമം ഉണ്ടാകാം, പൂർവികരെക്കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകാം, വീട്ടിലെ മുതിർന്ന സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കരുതലുണ്ടാകാം, മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവരോടുള്ള ചർച്ചകൾ, തർക്കങ്ങൾ, ഫാമിലി ഇവൻറ്റ്സ് എന്നിവയും ഈ മാസം ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ എന്നിവരോടുള്ള സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം. വീട് റിപ്പയറിംഗ്, ഫിക്സിംഗ്, വീട്ടിൽ നിന്നുള്ള യാത്രകൾ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാവുന്ന അവസരങ്ങൾ എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ തേടി വരാവുന്നതാണ്. സൂര്യൻ സാമ്പത്തിക വിഷയങ്ങളുടെ മേലെയാണ് ഈ മാസം കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുക. പല വിധത്തിലുള്ള പാർട്ട് ടൈം ജോലികൾ ഏറ്റെടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അധിക ചെലവ് പല രീതിയിലും ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് കൊണ്ട് കോസ്റ്റ് കട്ടിങ്ങിന് ആദ്യം തന്നെ മുൻഗണന കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ദിവസങ്ങൾ ചെല്ലുന്തോറും സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം വർദ്ധിച്ചു വരാം. എന്ത് പാർട്ട് ടൈം ജോലി കിട്ടിയാലും അതിൻ്റെ നിജസ്ഥിതി ആലോചിച്ചിട്ട് മാത്രമേ ഏറ്റെടുക്കാവൂ. പുതിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാവുന്ന അവസരങ്ങൾ, പുതിയ സാമ്പത്തിക പ്ലാനിംഗ്, ജോലിസ്ഥലത്ത് അധികാരികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകൾ എന്നിവയെല്ലാം ഈ മാസം പ്രതീക്ഷിക്കുക. രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പൂർണ്ണചന്ദ്രൻ സാമ്പത്തിക ബാധ്യതകൾ, വൈകാരിക സമ്മർദ്ദം, ജോയിൻ്റ് വെഞ്ചറുകൾ എന്ന മേഖലയിൽ വന്നുദിക്കുന്നതാണ്. പൂർണ്ണചന്ദ്രൻ പൂർത്തീകരണങ്ങളെയാണ് സൂചിപ്പിക്കുക. ഈ പൂർത്തീകരണങ്ങൾ ലോണുകൾ നൽകുക, ലഭിക്കുക എന്ന വിഷയത്തിലായിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾ ലോണുകൾ നൽകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണുകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള യാതൊരു റിസ്കുകളും ഈ മാസം നിങ്ങൾ ഏറ്റെടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും സാമ്പത്തികമായിട്ടുള്ള പലതരം പരാധീനതകൾ ഉണ്ടാകാം. ഈ പരാധീനതകൾ നിങ്ങളുടെ സന്തോഷത്തെ തന്നെ അഫക്റ്റ് ചെയ്യാം. പങ്കാളികളുമായിട്ടുള്ള ബന്ധം വളരെ ശ്രദ്ധേയമാകും. അവരുമായിട്ടുള്ള തർക്കങ്ങളും ചർച്ചകളും പ്രതീക്ഷിക്കുക. ഈ തർക്കങ്ങളും ചർച്ചകളും കൂടുതലും സമ്പത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കാം. പുതിയ ജോയിൻറ്റ് വെഞ്ചറുകൾ, ഷെയർഡ് പ്രോജക്ട്സ് എന്നിവയും ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഈ മാസം ഉണ്ടാകാം. വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഈ മാസം എന്തായാലും നിങ്ങൾ നേരിടുന്നതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വിവാദ വിഷയങ്ങളിൽ ചെന്ന് തലവെച്ചു കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏപ്രിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.